ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട രാഘവൻ നായർ ആകെ വിഷമത്തോടെ മകനെ നോക്കിയിരുന്നു. വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച ഓരോ കാര്യങ്ങളും ആ അച്ഛന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. മകന്റെ ജീവിതം തന്നെ മുന്നിൽ ഈ രീതിയിൽ നശിച്ചു പോകുന്നത് കണ്ട രാഘവൻ നായർ വല്ലാത്ത വേദനയോടെ ചിന്തിച്ചു. എന്റെ സ്വന്തം പേരക്കുട്ടിയാണ് സത്യമോളെങ്കിൽ ഇത്രയും നാളും ശാലിനി എന്തിനത് മറച്ചു വെച്ചു? എന്തോ ഒരു കാരണം അതിന് പിന്നിലുണ്ട്. അല്ലെങ്കിൽ ശാലിനി മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എങ്കിലും സത്യ എന്റെ പേരക്കുട്ടിയാണെന്ന് അറിഞ്ഞിരുന്ന ഈ നിമിഷത്തിൽ പോലും ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ എനിക്ക് കഴിയുന്നില്ലല്ലോ ഈശ്വര എന്ന് ആലോചിച്ച് വിഷമത്തോടെ രാഘവൻ നായർ ഇരിക്കുമ്പോൾ വിഷ്ണു വീട്ടിൽ നിന്നിറങ്ങിയ ആ നിമിഷത്തിൽ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് എത്തിയത് ശാലിനി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയായിരുന്നു. സത്യമോള് ഈ വീട്ടിലെ ചോരയാണ്, സത്യാമ്മയുടെ പേരക്കുട്ടി ഒരേ രക്തം. ആ വാക്കുകൾ വിഷ്ണുവിന്റെ മനസ്സിനെ വീണ്ടും വേട്ടയാടി. ശാലിനി അതിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഓർത്തുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് ഉടനെ തന്നെ കണ്ടെത്തണമെന്ന് വിഷ്ണു തീരുമാനിച്ചു. ഈ സമയത്ത് വീട്ടിലേക്ക് എത്തിയ ശാലിനി ആകെ തളർന്ന അവശയായിരിക്കുന്നത് കണ്ട് ശാരദാമ്മ അരികിലേക്ക് എത്തി മകളെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുന്നു. മോളെ, നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യം എന്താണുള്ളത്? എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. സത്യമോള് വിഷ്ണുമോന്റെ കുഞ്ഞാണെന്നുള്ള സത്യം പണ്ടേ വിഷ്ണുവിനോടെങ്കിലും വെളിപ്പെടുത്തേണ്ടതായിരുന്നു. അന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടും അന്നൊന്നും നീ അതിന് തയ്യാറായില്ലല്ലോ മോളെ. ഇപ്പോ വളരെ വൈകിപ്പോയി. ഇനിയിപ്പോ എന്താണ് ഇതിനൊരു പോംവഴി എന്ന് ഇനിയും കണ്ടെത്താനുള്ള ഒരു തീരുമാനത്തിലെത്താനോ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യമോള് സത്യാമ്മയുടെ പേരക്കുട്ടിയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തിയിട്ടും അവരത് വിശ്വസിക്കാനും കൂട്ടാക്കുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഉപായം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് മോൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയായി ശാലിനി ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാരദാമ്മയെ നോക്കി. എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ലമ്മേ. എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് പരിഹാരമെന്നോ ഒരു പരിഹാരം കണ്ടെത്താനോ എനിക്കാവുന്നില്ല. എന്റെ എല്ലാമായിരുന്ന എന്റെ വിഷ്ണുവേട്ടനെയാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത്. അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലമ്മേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ദേവനെ അപ്രതീക്ഷിതമായി ദേവൻ വീട്ടിലേക്ക് എത്തുന്നു. തന്റെയും തേജസ്വിനിയുടെയും വിവാഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനായി അവിടേക്ക് വന്നെത്തിയ ദേവനെ കണ്ട് ശാരദാമ്മ ദേവനോട് പറഞ്ഞു. എന്തായാലും ദേവൻ കൃത്യസമയത്ത് തന്നെയാ എത്തിയത്. ഇവിടെ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാലിനിയുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ദേവനോട് ശാരദാമ്മ അറിയിച്ചു. അത് കേട്ടതും ദേവൻ ചോദിച്ചു, എന്താ ശാരദാമ്മേ, എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. എന്താ ശാലിനി, എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? നിന്റെ ചേട്ടന്റെ സ്ഥാനത്തല്ലേ ഞാൻ നിൽക്കുന്നത്. നിന്റെ സ്വന്തം സഹോദരനെ പോലെയല്ലേ ഞാൻ ഇത്രയും നാളും നിനക്കൊപ്പം നിന്നത്. എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാമല്ലോ എന്ന് ദേവൻ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, അവൾ പറയില്ല, പക്ഷെ ഞാൻ പറയാം. ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പോലെയല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് വിഷ്ണുവിന്റെ വിവാഹമായിരുന്നു. ആ വാക്കുകൾ കേട്ടതോടെ ദേവൻ ഞെട്ടലോടെ ശാലിനിയെ നോക്കി. ശാലിനി, എന്താ ഇത്? എന്താ ഞാൻ ഈ കേൾക്കുന്നത് എന്ന് ദേവൻ ചോദിക്കുന്നത് കേട്ട് ഉടനെ ശാരദാമ്മ പറഞ്ഞു, അതെ, ദേവൻ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അത് കേട്ടതും ശാരദാമ്മയോട് ആശങ്കയോട് ദേവൻ ചോദിച്ചു, എന്താ ശാരദാമ്മേ, എന്താ സംഭവിച്ചത്? ഇനിയെങ്കിലും ശാരദാമ്മയെങ്കിലും എന്നോട് തുറന്നു പറ. അത് കേട്ടതും ശാരദാമ്മ ദേവനോട് കാര്യങ്ങൾ പറയാനൊരുങ്ങി. ആ സമയത്ത് ഇതിന്റെ സത്യാവസ്ഥ അറിയാനായി വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു. ശാരദാമ്മയുടെ വീട്ടുപടിക്കലെത്തി സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അകത്തേക്ക് വന്ന് ആ വാതിൽ വന്ന് മുട്ടാനൊരുങ്ങിയ വിഷ്ണു പെട്ടെന്നോർത്തു, വേണ്ട, നേരിട്ട് ചെന്ന് അങ്ങനെ സംസാരിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങൾ തന്നോട് തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല എന്ന് വരും. എന്തായാലും ഇതിന്റെ സത്യം എന്തെന്ന് കണ്ടെത്തണം. തൽക്കാലം ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശാരദാമ്മയും ശാലിനിയും സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുമല്ലോ. അങ്ങനെയെങ്കിലും ഇതിന് ഉള്ളുകളികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് വിഷ്ണു തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ വിഷ്ണു പതിയെ അവർ തമ്മിലുള്ള സംഭാഷണം എന്താണെന്ന് കേൾക്കാനായി വിഷ്ണു അവിടേക്ക് എത്തി. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടെ ദേവൻ വന്ന് നിൽക്കുന്നത് വിഷ്ണു ആ ജനലിനിടയിലൂടെ കണ്ടത്. എന്തായിരിക്കും അവരുടെ സംഭാഷണം? എന്തായിരിക്കും അവർ സംസാരിക്കുന്നത്? അത് കേൾക്കാൻ വിഷ്ണു കാതോർത്തു. അപ്പോഴേക്കും ശാരദാമ്മ ദേവനോട് പറഞ്ഞു, ദേവൻ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു ആപത്താണ്, വലിയൊരു പ്രശ്നമാണ് ശാലിനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും വിചാരിച്ചിരുന്നത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എന്റെ മോളെ വിഷ്ണു കൈവിടിയുകയില്ല എന്നതായിരുന്നു. അതായിരുന്നു അവളുടെയും വിശ്വാസം. ഇന്ന് വരെയുള്ള അവളുടെ ജീവിതത്തിലെ പ്രതീക്ഷയും അത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നാണ്.
കാരണം ഇന്ന് വിഷ്ണുവിന്റെ വിവാഹമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ദേവൻ ചോദിച്ചു, അതെങ്ങനെ സംഭവിച്ചു ശാരദാമ്മേ? ഒരിക്കലും വിഷ്ണു ശാലിനിയെ കൈവിടില്ലെന്നും ശാലിനി ഒരിക്കലും വിഷ്ണു അവിശ്വസിക്കില്ല എന്നും ഉറപ്പുണ്ടായിരുന്നല്ലോ ശാലിനിക്ക്. പിന്നെ എന്താ സംഭവിച്ചത്? എന്താണ് വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ഇടയിൽ സംഭവിച്ചത്? ശാരദാമ്മ എങ്കിലും ഒന്ന് പറ എന്ന് ശാരദാമ്മയോട് ആശങ്കയോടെ ദേവൻ ചോദിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, ഞാൻ പറയാം ദേവ, വേറൊന്നുമല്ല, ഇന്ന് സത്യാമ്മ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് ശാലിനിയെ സ്വീകരിക്കാനായി അന്ന് കളക്ടറേറ്റിലേക്ക് വന്നതായിരുന്നു. വിഷ്ണു ശാലിനിയെ ഒരുമിച്ച് ജീവിക്കുവാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞു. ശാലിനി കളക്ടറാണെന്നുള്ള സത്യം അറിഞ്ഞതിനു ശേഷവും ശാലിനി സത്യാമ്മ വന്ന് പറഞ്ഞതുകൊണ്ട് കടപ്പുറത്തെ കുറച്ച് ആ കടപ്പുറം വാസികൾക്ക് വേണ്ടി ശാലിനി ചില സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ കളക്ടറുടെ പദവി വെച്ച് അങ്ങനെ ചില സഹായങ്ങൾ സത്യാമ്മയുടെ വാക്കുകൾ ധിക്കരിക്കാതെ അതിനൊക്കെ അനുകൂലിച്ചുകൊണ്ട് സത്യാമ്മയോടൊപ്പം നിന്ന് ശാലിനി ചെയ്തതെല്ലാം അങ്ങനെ ശാലിനിയിലെ നന്മ അവർ തിരിച്ചറിയുകയും ശാലിനിയെ തിരികെ വിളിക്കാനും തീരുമാനിച്ച് കളക്ടറേറ്റിൽ എത്തിയതായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോഴാണ് അന്ന് ദേവനെ അപ്രതീക്ഷിതമായി സത്യാമ്മ അവിടെ വെച്ച് കണ്ടത്. ദേവൻ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ വന്ന് ശാലിനിയുടെയും സത്യയുടെയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും നിങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. അന്നത്തെ ആ സംസാരവും നിങ്ങൾ ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിപ്പും ഒക്കെ സത്യാമ്മയും വിഷ്ണുവും അവിടെ വന്ന് കാണുകയുണ്ടായി. അന്ന് ആ കാഴ്ച കണ്ട് അവർ ദേവനെയും എന്റെ ശാലിനി മോളെയും സത്യമോളെയും തെറ്റിദ്ധരിച്ചു. ശാലിനി ദേവനുമായിട്ടുള്ള വിവാഹം നടന്നുവെന്നും ശാലിനിയുടെ ഭർത്താവാണ് ദേവനെന്നും നിങ്ങൾക്കുണ്ടായ കുട്ടിയാണ് സത്യയെന്നുമൊക്കെയാണ് സത്യാമ്മ അന്ന് വിശ്വസിച്ചത്. അങ്ങനെ ആ കാഴ്ച കണ്ടതോടെ സത്യാമ്മയുടെ മനസ്സിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ പക, ശാലിനിയോടുള്ള ആ വിരോധം അത് ഇരട്ടിയായി മാറി. അങ്ങനെ ശാലിനിയെ അവർ തിരികെ വിളിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്ന് ശാരദാമ്മ പറഞ്ഞു. ഇതെല്ലാം കേട്ടതോടെ ദേവൻ ചോദിച്ചു, പക്ഷേ ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും വിഷ്ണു ഒരിക്കലും ശാലിനിയെ അവിശ്വസിക്കില്ലല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യാമ്മ അങ്ങനെ പറഞ്ഞുവെങ്കിൽ പോലും വിഷ്ണുവിന് ശാലിനിയെ അറിയാവല്ലോ. ശാലിനിയുടെ സ്വഭാവം എന്താണെന്നും വിഷ്ണുവിന് അറിയാവുന്നതല്ലേ. വിഷ്ണു ഒരിക്കലും ശാലിനിയെ അവിശ്വസിക്കില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാരദാമ്മ പറഞ്ഞു, പക്ഷെ അവിടെയാണ് തെറ്റ് സംഭവിച്ചത്. വിഷ്ണുവിന് ശാലിനിയെ മനസ്സിലാക്കാൻ കഴിയുമെന്നും വിഷ്ണു സത്യങ്ങൾ തിരിച്ചറിയുമെന്നുമാണ് കരുതിയിരുന്നത്. പക്ഷെ ശാലിനി വിഷ്ണുവിനോട് ചതി കാട്ടുമെന്ന് സത്യാമ്മ പറഞ്ഞതെല്ലാം വിഷ്ണുവും വിശ്വസിച്ചു. അവസാനം മധുശ്രീയുമായിട്ടുള്ള വിവാഹത്തിന് സത്യാമ്മ ക്ഷേത്രത്തിലേക്ക് വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടുപോയി. ആ വാർത്തയറിഞ്ഞ് വിഷ്ണുവിന്റെ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞ് ഞാനും ശാലിനിയും ക്ഷേത്രത്തിൽ ചെന്നതാണ്. പക്ഷെ അവിടുന്ന് വിഷ്ണു ആ സമയത്ത് മറ്റെവിടേക്കോ അപ്രത്യക്ഷനായി. അവിടെ ശാലിനി ചെന്ന നിമിഷം വിഷ്ണുവിനെ അവിടെ കാണാതായതോടെ ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വിഷ്ണു മനഃപൂർവ്വം അവിടുന്ന് മാറി നിന്നെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത്. പക്ഷെ പിന്നീട് അറിഞ്ഞത് വിഷ്ണു മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വന്നു എന്നതാണ്. ഇതെല്ലാം പുറത്തു നിന്ന് വിഷ്ണു ആ ജനലഴിയിലൂടെ കേൾക്കാനിടയായി. അതെല്ലാം കേട്ട് വിഷ്ണു ആകെ മനസ്സിൽ പറഞ്ഞു, ഇല്ല ശാരദാമ്മേ, ഒരിക്കലുമില്ല, എനിക്ക് മറ്റൊരു വിവാഹം ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ ഭാര്യയായി എന്റെ ശാലിനി മാത്രമേ ഈ ജന്മം ഉണ്ടാവുകയുള്ളൂ. ശാലിനി അല്ലാതെ മറ്റൊരു പെൺകുട്ടി ഈ വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഇല്ല ശാരദാമ്മേ. പക്ഷെ അതെനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മുന്നിൽ വന്ന് ആ സത്യം എനിക്ക് വെളിപ്പെടുത്താനാവുന്നില്ല. ചില കാര്യങ്ങൾക്ക് കൂടി എനിക്ക് വ്യക്തതയുണ്ടായാൽ മാത്രമേ എനിക്ക് ആ സത്യം നിങ്ങളോട് പറയാൻ കഴിയൂ എന്ന് വിഷ്ണു മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ പറഞ്ഞു, ഇന്ന് വിഷ്ണു ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. ആ വാർത്ത ഞങ്ങൾ അറിഞ്ഞ് അവിടെ പോയിട്ട് വരികയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോ സത്യാമ്മ ശാലിനിയുടെ നേരെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ തിരികെ പോരേണ്ടി വന്നു ശാലിനിക്ക്. അത് മറ്റൊന്നുമല്ല, ദേവനുമായിട്ടുള്ള വിവാഹം നടന്നുവെന്നാണ് സത്യാമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ദേവനാണ് ശാലിനിയുടെ ഭർത്താവെന്നും സത്യയുടെ അച്ഛൻ ദേവനാണെന്നുമുള്ളത്. അതോടൊപ്പം തന്നെ അന്ന് സ്കൂളിൽ സത്യമോളുടെ അച്ഛനായി അന്നെല്ലാം ചെന്നത് ദേവനായിരുന്നല്ലോ. അന്നത്തെ ദേവൻ അവിടെ ചെന്നത് കൊണ്ട് ആ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോ സത്യാമ്മ അത് സത്യമാണെന്ന് വിശ്വസിച്ചു. ദേവന്റെ മകളാണ് സത്യയെന്നും ശാലിനിയുടെയും ദേവന്റെയും വിവാഹം കഴിഞ്ഞുവെന്നും അവർ ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ്. ആ വിശ്വാസം വിഷ്ണുവിന്റെ ഉള്ളിലും ഉണ്ടാക്കിയെടുത്തു. അതാണ് ഇന്നിങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് സത്യാമ്മ ദേവനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടതിന് ശേഷം ദേവൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഏയ്, ഒരിക്കലുമില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ സത്യം ഞാൻ തന്നെ നേരിട്ട് ചെന്ന് അവരോട് പറയാമല്ലോ. എന്റെ കുഞ്ഞല്ല സത്യനും അത് വിഷ്ണുവിന്റെ തന്നെ മകളാണെന്നുള്ള കാര്യം ഞാൻ തന്നെ അവരോട് പറയാം എന്ന് ദേവൻ പറഞ്ഞതും പെട്ടെന്ന് ശാലിനി പറഞ്ഞു, ദേവേട്ടാ വേണ്ട. അത് കേട്ടതും ഞെട്ടലോടെ ദേവൻ ഉടനെ തന്നെ ശാലിനിയെ നോക്കി. ശാലിനി, താൻ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ദേവനോട് ശാലിനി പറഞ്ഞു, അതെ,
അതെ ദേവേട്ടാ, ദേവേട്ടൻ അവിടേക്ക് പോകണ്ട. ദേവേട്ടൻ അവിടേക്ക് ചെന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ ദേവേട്ടനെ അവർ വീണ്ടും കളിയാക്കുകയുള്ളൂ, നാണം കെടുത്തും. അതാണ് സത്യാമ്മയുടെ സ്വഭാവം. ദേവേട്ടനെ അവിടേക്ക് പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. സത്യത്തിൽ ഇവിടെ സംഭവിച്ചതൊക്കെ എന്തായെങ്കിലും എന്റെ വിഷ്ണുവേട്ടൻ എന്നെ അവിശ്വസിച്ചല്ലോ. അതാണ് എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ തകർച്ച, എന്റെ ഏറ്റവും വലിയ നഷ്ടം. എന്റെ ജീവനായിരുന്ന, എന്റെ പ്രാണനായിരുന്ന എന്റെ വിഷ്ണുവേട്ടൻ എന്നെ അവിശ്വസിച്ചു. എന്റെ വിഷ്ണുവേട്ടന് അതിനെങ്ങനെ കഴിഞ്ഞു എന്നാണ് എനിക്ക് അറിയാത്തത്. വിഷ്ണുവേട്ടൻ എങ്ങനെ എന്നെ അവിശ്വസിച്ചു എന്നും ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അറിയാവുന്ന വിഷ്ണുവേട്ടൻ തന്നെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ എങ്ങനെ കടന്നുകൂടി? അതാണ് എന്നെ ആകെ തളർത്തി കളഞ്ഞിരിക്കുന്നത് എന്ന് ശാലിനി ദേവനോട് പറഞ്ഞു. അതെല്ലാം കേട്ട വിഷ്ണു ആകെ വേദനയോടെ ശാലിനിയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടനെ ശാലിനി സങ്കടത്തോടെ ദേവനോട് പറഞ്ഞു, എന്നാലും ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് ഞാൻ ചെന്ന് കണ്ട കാഴ്ചയാണെങ്കിൽ പോലും എന്റെ ജീവനാണ് ഈ നിമിഷം പെടഞ്ഞു പോയിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. എന്റെ ജീവൻ ഇതോടെ നഷ്ടമായി കഴിഞ്ഞു. ആ കാഴ്ച കണ്ടതോടെ എന്റെ ജീവൻ അതോടെ അവസാനിച്ചു. ഇപ്പോ ഞാൻ വെറും ഒരു ജീവശവമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ശാലിനി പറഞ്ഞു. എനിക്കിനി കളക്ടർ പദവിയോ ഒന്നും വേണ്ട. എനിക്ക് ഈ ജില്ല ഭരിക്കാനോ ഒന്നും തന്നെ ആവുന്നില്ല. ഒരു കുടുംബം, എന്റെ കുടുംബത്തെ എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ജീവിതം എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയാണോ പാവം ജനങ്ങളെ സംരക്ഷിക്കാനാവുക? അതുകൊണ്ട് തന്നെ ഈ പദവിയൊന്നും ഞാൻ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാലിനി പൊട്ടിക്കരയുമ്പോ ദേവൻ പറഞ്ഞു, എടോ താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇങ്ങനെ തളർന്നു പോകല്ലേ. തന്നെ അവിശ്വസിച്ചു എന്ന് പറയുന്നത് ശരി തന്നെ. ഞാനന്ന് അവിടെ അച്ഛനായിട്ടും ചെല്ലുകയും ചെയ്യുന്നു. അന്നത്തെ ആ ഒരു അവസ്ഥയിൽ താൻ എന്നോടൊക്കെ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമല്ലേ അന്ന് സത്യമോളുടെ അച്ഛൻ എന്നുള്ള ആ ഒരു ലേബലിൽ എനിക്ക് അവിടെ എത്തേണ്ടി വന്നത്. പക്ഷേ അന്ന് താൻ ഈ സത്യങ്ങളൊക്കെ അവർക്ക് മുന്നിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ ഞാൻ അന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞതല്ലേ, ആ സ്ത്രീയുടെ സ്വഭാവം അതുപോലെയുള്ള ഒരു മോശം ക്യാരക്ടറാണെന്ന്. ഒരിക്കലും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന, ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ല അവരുടേത്. അവരെല്ലാവരെയും അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദന കണ്ട് ആനന്ദിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെന്ന് എനിക്കന്ന് തോന്നി. അത് സത്യമായിരുന്നുവെന്ന് ഇപ്പോ ശാലിനിക്ക് ബോധ്യായില്ലേ? എന്തായാലും ഞാൻ വിഷ്ണുവിനെ ഒന്ന് കാണാം, വിഷ്ണുവിനോട് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. എന്റെ വാക്കുകൾ വിഷ്ണു വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും സത്യം എന്താണെന്ന് അയാൾ തിരിച്ചറിയണല്ലോ. സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണു തന്നെ അവിശ്വസിക്കുകയാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള കുഞ്ഞിന്റെ പ്രായം വെച്ച് നോക്കുമ്പോ അറിയാൻ പാടില്ലേ അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചപ്പോ ഉടനെ അത് മാത്രമല്ല, ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഈ സാഹചര്യത്തിൽ ഈ നാട്ടിൽ എന്തെല്ലാം രീതിയിൽ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാനുള്ള മാർഗങ്ങൾ ഈ നാട്ടിലുണ്ട്, നിലവിൽ നിൽക്കുന്നു. അപ്പോഴൊക്കെ അതിനെ ചൊല്ലിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ പോലും അവരെന്തിന് ഇങ്ങനെ ഒരു സംശയവുമായി മുന്നോട്ട് നീങ്ങണം എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാലിനി പറഞ്ഞു, ദേവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? എന്റെ വിഷ്ണുവേട്ടന്റെ കുഞ്ഞിന്റെ പിതൃത്വം അംഗീകരിക്കാനായിട്ട് ഞാൻ ഇനി കോടതിയിലൂടെ കയറി ഇറങ്ങണോ, അതും ഈ ഒരു പദവിയിൽ നിൽക്കുന്ന ഞാൻ എന്ന് ചോദിച്ചുകൊണ്ട് ശാലിനി ചോദിക്കുമ്പോൾ ഉടനെ ദേവൻ പറഞ്ഞു, ശാലിനി ഇവിടെ പാവം സത്യമോളുടെ മാനസികാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. ആ പിഞ്ചു കുഞ്ഞ് എത്ര നാളായി ആ കുഞ്ഞ് അവളുടെ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹം പറയുന്നു. അന്നെല്ലാം പല 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 കഥകളും പറഞ്ഞ്, പല കള്ളക്കഥകളും ആ കുഞ്ഞിനെ പറഞ്ഞ് ആ കുഞ്ഞിനെ വിശ്വസിപ്പിക്കുകയും ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് അച്ഛൻ എന്ന് പറയുന്നത് ഒരു നിഴൽ ചിത്രമായി ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്നും അങ്ങനെ അവശേഷിപ്പിക്കാനാണോ തന്റെ ശ്രമം? എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ശാലിനി, എന്റെ പേര് പറഞ്ഞാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ സത്യാവസ്ഥ വിഷ്ണുവിന് മുന്നിൽ ഞാൻ തന്നെ പോയി പറഞ്ഞിരിക്കാം. എന്തായാലും അയാള് തന്നെ അവിശ്വസിക്കുമോ വിശ്വസിക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഇത്രയും നാൾ താൻ പറഞ്ഞത് കേട്ട് എനിക്ക് എന്റെ മനസ്സിലുള്ള ചിന്ത അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, വിഷ്ണു അങ്ങനെയൊന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അങ്ങനെയൊന്നും തന്നെ തള്ളി പറയുന്ന, തന്നെ അവിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളമായിരുന്നല്ലോ നിങ്ങൾക്കിടയിലുള്ള സ്നേഹവും ആ സ്നേഹത്തിന്റെ ആഴവും. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സ്വന്തം അമ്മയാണെങ്കിൽ പോലും ഒരാളെ വെറുതെ വിളിച്ചു പറയുന്നതൊക്കെ അങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കാൻ അത്രയ്ക്കും ഒരു മണ്ടനാണോ തന്റെ വിഷ്ണുവേട്ടൻ എന്ന് ദേവൻ ചോദിച്ചു. ആ ചോദ്യങ്ങൾ കേട്ട് ശാലിനിയാകെ വേദനയോടെ ദേവനെ നോക്കുമ്പോ ഉടനെ ദേവൻ പറഞ്ഞു, എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ എനിക്ക് സാധിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ശാരദാമ്മേ, എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴേക്കും തേജസ്വിനിയും അവിടേക്ക് എത്തി. വിവരം അറിഞ്ഞ് തേജസ്വിനി അവിടേക്ക് എത്തിയത് കണ്ട് ദേവനെ കണ്ടതും തേജസ്വിനി അരികിലേക്ക് എത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ചു.
എന്തായാലും നമ്മൾ തമ്മിലുള്ള വിവാഹകാര്യമാണ് അന്ന് അവിടെ സംസാരിച്ചതെന്ന് ആരും തന്നെ അറിഞ്ഞിരുന്നില്ലല്ലോ. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോണിൽ വിളിച്ചപ്പോ ഞാനന്ന് കളക്ടറുടെ ഭർത്താവാകാൻ പോകുന്നു എന്നതിന്റെ സന്തോഷത്തിൽ കളക്ടറുടെ ഭർത്താവാണ് ഞാനെന്ന് അന്ന് പറയുകയും ചെയ്തു. ചിലപ്പോൾ അതൊക്കെയായിരിക്കാം അന്ന് അവർ കേട്ടത്. അങ്ങനെ ശാലിനിയുടെ ഭർത്താവ് ഞാനാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ശാലിനിയുടെ ആത്മാർത്ഥ സുഹൃത്തായ ഒരു കളക്ടറെ തന്നെയാണെന്നുള്ള കാര്യം അവരറിയുന്നില്ലല്ലോ. ഇക്കാര്യത്തിൽ ചിലപ്പോൾ സത്യങ്ങൾ വെളിപ്പെടുത്താൻ തേജസ്വിനിയുടെ കൂടി സഹായം എനിക്ക് വേണ്ടിവരും എന്ന് ശാലിനിയോട് ദൈവം പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് തേജസ്വിനി എത്തിയത്. തേജസ്വിനിയെ കണ്ടതും അപ്പുറത്ത് മാറി നിന്ന വിഷ്ണുവിന് തേജസ്വിനിയെ കണ്ടതോടെ ആളാരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന്ന് ഹോട്ടലിന്റെ 6ാം വാർഷികത്തിനന്ന് അവിടേക്ക് എത്തിയ ഹോട്ടലിന്റെ 9ാം വാർഷികത്തിന് അവിടേക്ക് വന്നെത്തിയ ആ വാർഷിക ആഘോഷത്തിന്റെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായി അന്നത്തെ പ്രധാന അതിഥിയായി അവിടേക്ക് എത്തിയത് ജില്ലാ കളക്ടർ എന്ന പേരിൽ ശാലിനിക്ക് പകരം അന്ന് തന്റെയും മറ്റുള്ളവരുടെയും കണ്ണ് മൂടിക്കെട്ടാനായി ശാലിനിയെ നിയോഗിച്ചു വിട്ടത് തേജസ്വിനി എന്ന് പറയുന്ന ആ കളക്ടർ പദവിയിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയായിരുന്നെന്നും ആ പെൺകുട്ടിയായിരുന്നു ശാലിനിയുടെ സുഹൃത്തെന്നുമുള്ള കാര്യം വിഷ്ണു ആ നിമിഷം മനസ്സിലാക്കുന്നു. അതോടെ വിഷ്ണുവിന് കാര്യങ്ങൾ ബോധ്യമായി. ദേവൻ പറഞ്ഞതുകൂടി വിഷ്ണു മാറി നിന്ന് കേട്ടതോടെ തന്റെ ശാലിനി നിരപരാധിയാണെന്നും ശാലിനിയെ സത്യ തന്റെ സ്വന്തം കുഞ്ഞാണെന്നും വിഷ്ണു മനസ്സിലാക്കി. ഇനി ഇത് അമ്മയ്ക്ക് മുന്നിൽ എങ്ങനെ ഞാൻ തെളിയിക്കും? അമ്മയുടെ സംശയങ്ങൾക്കാണ് ഇനി ഒരു പരിഹാരം കണ്ടെത്തേണ്ടത്. അമ്മയുടെ മുന്നിൽ ഈ സത്യാവസ്ഥ ഞാൻ അങ്ങനെ വെളിപ്പെടുത്തുമെന്നതിനെ കുറിച്ച് വിഷ്ണു ആലോചിച്ചു. ഇനി അധിക നേരം ഇവിടെ നിൽക്കേണ്ടതില്ല. ഞാൻ അറിയാൻ ആഗ്രഹിച്ചത് അതെനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇനി എൻ്റെ കുഞ്ഞിനെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടതെന്ന് വിഷ്ണു തീരുമാനിച്ച് വിഷ്ണു അവിടുന്ന് പുറപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ തൊഴാനായി എത്തുകയാണ് കാർത്തിക ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി അപ്രതീക്ഷിതമായി കാർത്തികയുടെ കാമുകൻ കാർത്തികയെ കാണാനിടയാകുന്നു. കാർത്തികയെ അയാൾ വരുന്നത് കണ്ട കാർത്തിക പെട്ടെന്ന് തന്നെ അയാളുടെ കണ്ണു വെട്ടിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറി. അവിടെ എവിടെയെങ്കിലും കാർത്തിക ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടേക്ക് എത്തുന്ന ഹർഷൻ തന്റെ മൊബൈൽ ഫോണിലുള്ള ആ ഫോട്ടോ, കാർത്തികയുടെ ഫോട്ടോ അവിടെ വന്ന ഓരോരുത്തരെയും കാണിക്കുന്നു. അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ സങ്കടങ്ങൾ ഭഗവാന് മുന്നിൽ ഇറക്കി വെക്കാനായി ശാലിനിയും ആ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ശാലിനിക്ക് മുന്നിലേക്കും ഹർഷൻ എത്തി. ഹർഷൻ കയ്യിലുള്ള ആ ഫോട്ടോയുമായി ഈ പെൺകുട്ടിയെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ആ ക്ഷേത്രത്തിലെത്തിയ ഓരോ ആളുകളുടെയും മുന്നിൽ കൊണ്ടുവന്ന് ഹർഷൻ ആ ഫോട്ടോ കാണിച്ച് അന്വേഷണം തുടർന്നു. അങ്ങനെ ഓരോരുത്തരെയും ഫോട്ടോ കാണിച്ച് അങ്ങനെ ഹർഷൻ കാർത്തികയെ അന്വേഷിച്ച് വരുമ്പോഴാണ് അവിടെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് വന്ന ശാലിനിയുടെ മുന്നിൽ ഹർഷൻ എത്തിയത്. ശാലിനി അപ്രതീക്ഷിതമായി ഏതോ പെൺകുട്ടിയെ അന്വേഷിച്ചാണ് അയാൾ നടക്കുന്നതെന്ന് മനസ്സിലായതോടെ അതാരായിരിക്കുമെന്നും ചിലപ്പോൾ തനിക്ക് സഹായിക്കാൻ കഴിഞ്ഞേക്കുമായിരിക്കും എന്നൊരു ആശങ്കയിൽ ശാലിനി അയാൾക്കരികിലേക്ക് ചെല്ലുമ്പോൾ അയാൾ വേഗം ശാലിനിയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ചേച്ചി ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് തന്റെ ഫോണിലുള്ള ഫോട്ടോ ശാലിനിക്ക് നേരെ നീട്ടുന്നു. ആ ഫോട്ടോ കണ്ടതും ശാലിനിയുടെ നേരെ ആ ഫോട്ടോ നീട്ടിയതും ഞെട്ടലോടെ ശാലിനി നോക്കി. അപ്പോഴാണ് അവിടേക്ക് തൊഴാനായി രോഹിത്തും എത്തിയത്. രോഹിത്ത് ശാലിനിയെ കണ്ട നിമിഷം ശാലിനിയോട് സംസാരിക്കാനായി അവിടേക്ക് വരുമ്പോൾ ശാലിനിയുടെ നേരെ ആ ചെറുപ്പക്കാരൻ ആ ഫോട്ടോ നീട്ടി ഇത് ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് രോഹിത്ത് വന്നെത്തുന്നത്. രോഹിത്തിനെ കണ്ടതും ശാലിനി വേഗം തന്റെ നേരെ നീട്ടിയ ആ ഫോട്ടോ കാണിച്ച് രോഹിത്തിനെ അരികിലേക്ക് വിളിച്ച് ഇത് കണ്ടോ രോഹിത് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ രോഹിത്തിനെ കാട്ടി. രോഹിത്ത് അയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതും രോഹിത്തും ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു.